വെൽക്കം ടു മൂവി ബ്രാൻഡ്. സുധിയുടെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. നിരവധി വിമർശനങ്ങളായിരുന്നു താരത്തെ തേടിയെത്തിയത്. എന്നാൽ ആ വിമർശനങ്ങളെല്ലാം കയ്യടികളാക്കി മാറ്റാൻ ബിഗ് ബോസിലെത്തിയതോടെ താരത്തിന് സാധിച്ചു. പ്രൊമോഷനും ഉദ്ഘാടനങ്ങളും ഒക്കെയായി തിരക്കിലാണ് രേണു. മലയാളം ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥിയായിരുന്ന രേണു സുധിക്ക് മികച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഷോ പാതി വഴിയിൽ ക്വിറ്റ് ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എങ്കിലും ഈ തിരിച്ചടി രേണുവിന്റെ കരിയറിന് തടസ്സമായില്ല. ബിഗ് ബോസിന് ശേഷവും ബുദ്ധിപൂർവ്വം കരിയർ പടുത്തുയർത്തുകയാണ് രേണു. ബിഗ് ബോസിന് ശേഷവും ഉദ്ഘാടനങ്ങളും മറ്റുമായി തിരക്കിലാണ് രേണു. അതുപോലെ തന്നെ അവരെ വിമർശിക്കുന്നവരുടെയും എണ്ണം കൂടുതലാണ്. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അടുത്തിടെ പ്രൊഫൈൽ പേര് മാറ്റിയത് വലിയ ചർച്ചയായിരുന്നു. രേണു എന്ന ഓമന പേരാണെന്നും യഥാർത്ഥ പേര് രേഷ്മ പി തങ്കച്ചൻ എന്നാണെന്നും രേണു ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ നിറയെ ഫോളോവേഴ്സ് ഉള്ള താരമാണ് രേണു. നാട്ടിലും വിദേശത്തുമായി രേണുവിന് ആരാധകരുടെ നീണ്ട നിരയുണ്ട്. അതുപോലെ തന്നെ കൈനിറയ പരിപാടികളും ഇവിടെ പരസ്യ ചിത്രങ്ങളിലും ആൽബങ്ങളിലും രേണു അഭിനയിക്കാറുണ്ട്. ആരാധകർ എന്നതുപോലെ തന്നെ വിമർശകരും ഏറെയുണ്ട് രേണു സുധിക്ക്. രേണു ധരിച്ച വസ്ത്രത്തിന്റെയും ചെരുപ്പിന്റെയും വില ഉൾപ്പെടെ ചെയ്യുന്ന രീതിയുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക്. അതുപോലെ തന്നെ അവരെ വിമർശിക്കുന്നവരുടെയും എണ്ണം കൂടുതലാണ്. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. കിച്ചു എന്നെങ്കിലും രേണുവിനെ തള്ളിപ്പറഞ്ഞാൽ എന്താകും പ്രതികരണം എന്നായിരുന്നു ചോദ്യം. മക്കൾ തന്നെ തള്ളിപ്പറഞ്ഞാൽ അവരെ അവരുടെ വഴിക്ക് വിടുമെന്നും ഒരിക്കലും പിന്നാലെ പോയി ശല്യം ചെയ്യില്ല എന്നും രേണു സുധി പറഞ്ഞു. സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ് മാതാപിതാക്കളെ ആളുകൾ വൃദ്ധസദനത്തിലാക്കുന്നതും തള്ളിക്കളയുന്നതും. അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കളെയും ഇതൊക്കെ സ്വാഭാവികമായും നമ്മൾ വാർത്തകളിലും മറ്റും കാണുന്നതാണ്. കിച്ചുവിന്റെ സ്ഥാനത്ത് ഋതപ്പനാണെങ്കിൽ പോലും എന്നെ തള്ളിപ്പറഞ്ഞാൽ അവനെ ഞാൻ അവന്റെ വഴിക്ക് വിടും. പിന്നാലെ പോയി ശല്യം ചെയ്യാൻ നിൽക്കുകയില്ല. കിച്ചു തള്ളി പറഞ്ഞാലും ബൈ പറയും ഞാൻ. 22 വയസ്സുള്ള യുവാവാണ് കിച്ചു. അവനെ പിറകെ പോയി ശല്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതി അമ്മ എന്ന രീതിയിൽ കിച്ചുവിനോടുള്ള സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല. ആദ്യമായി എന്നെ അമ്മ എന്ന് വിളിച്ചത് കിച്ചുവാണ്. ആ ഒരു സ്നേഹം അവനോട് എന്നും എനിക്കുണ്ടാകുമെന്നും രേണു പറഞ്ഞു. അതേസമയം കൊല്ലം സുധിയുടെ മകൻ കിച്ചു നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ രേണുവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും മറ്റും നടന്നിരുന്നു. കൂടാതെ രേണു ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഒരു ഭാഗത്ത് അരങ്ങേറിയിരുന്നു. ഇതിന് പിന്നാലെ രേണുവിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെരിഫൈഡ് ആയതും താരം രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് ഇൻസ്റ്റഗ്രാമിൽ ചേർത്തതും വലിയ ചർച്ചയായി. രേഷ്മ പി തങ്കച്ചൻ എന്ന യഥാർത്ഥ പേര് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇൻസ്റ്റഗ്രാമിൽ സജീവമായ രേണു സുധിക്ക് 4 ലക്ഷത്തോട് അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉണ്ട്. 4345 പോസ്റ്റുകളാണ് രേണു ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും മറുപടിയുമായി രേണു സുധി രംഗത്തെത്തിയിരുന്നു. തന്റെ സുഹൃത്ത് പങ്കുവച്ച ഒരു കുറിപ്പ് ഷെയർ ചെയ്തുകൊണ്ടാണ് രേണു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കുടുംബകലഹങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന തന്റെ മകൻ ഋതുൽ രാജിന്റെ അവസ്ഥയെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല എന്ന് കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് രേണു കുറിച്ചു. രേണുവിന്റെ സുഹൃത്ത് പങ്കുവച്ച കുറിപ്പിൽ രേണുവും മൂത്ത മകൻ കിച്ചുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കുട്ടിക്ക് സഹോദരനോടുള്ള സ്നേഹത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട്. രേണുവിന്റെയും കിച്ചുവിന്റെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ സമൂഹ മാധ്യമങ്ങളിലെ ചിലർ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അകറ്റപ്പെടുന്നത് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന 2 കൂടപ്പിറപ്പുകളാണെന്ന് രേണുവിന്റെ സുഹൃത്ത് പറയുന്നു. എല്ലാ അവളുമാരും അവന്മാരും മറക്കുന്ന ഒരു പേര് ഋതപ്പൻ. കൊല്ലം സുധിയുടെ ഇളയ മകൻ. ഈ കുഞ്ഞിന്റെ സമാധാനം കളഞ്ഞപ്പോൾ നിനക്കൊക്കെ അടക്കമായല്ലോ എന്നാണ് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് രേണു സുധി കുറിച്ചത്. ഇത് ഋതുൽ രാജ് എന്ന ഋതപ്പൻ. സുധിയുടെ ഭാര്യ രേണുവും നിങ്ങളെല്ലാവരും കൂടെ രേണുവിന്റെ കുറ്റവും കുറവും കിച്ചുവിന്റെ കുറ്റവും കുറവും നിരത്തുമ്പോൾ ആ 2 കൂടപ്പിറപ്പുകളെയാണ് അകറ്റിയത്. ആ കുഞ്ഞിനെ കിച്ചുവിനെ ജീവന. തിരിച്ചും കാശിനു വേണ്ടിയും സ്വയം ജയിക്കാൻ വേണ്ടിയും പലരും പലതും പറയുമ്പോൾ ആ കുഞ്ഞിനെ ആരും ഓർക്കുന്നില്ല. അവന്റെ കൂടെ വീടാ, അവന്റെ കൂടെ അച്ഛനാ സുധി. ആ ബന്ധം രേണുവിനുണ്ട്. രേണുവിന്റെ പേഴ്സണൽ കാര്യത്തിൽ എത്ര ബന്ധമുണ്ടെങ്കിലും ഞാൻ ഇടപെടാറില്ല. അത് അവരുടെ ഇഷ്ടം. കിച്ചുവിനെ ഒരിക്കൽ കണ്ടിരുന്നു ഡിസംബർ 25 അവരുടെ വീട്ടിൽ വെച്ച്. അമ്മയും മോനും തമ്മിൽ പ്രശ്നമുള്ളതായി കണ്ടില്ല. ഋതപ്പൻ കിച്ചു ചേട്ടായി വരുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അതെല്ലാവരും കൂടെ ഇല്ലാതാക്കി. അല്ലാതെ രേണുവിനും കിച്ചുവിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് രേണുവിന്റെ സുഹൃത്ത് കുറിച്ചത്. താൻ ഇപ്പോഴും ദുബായിലാണെന്നും വിവാദങ്ങളൊന്നും ഒരു തരത്തിലും തന്നെ ബാധിക്കില്ല എന്നും രേണു അന്ന് പറഞ്ഞിരുന്നു. ഫോണും ഇൻസ്റ്റയും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിവാദവും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ നല്ല തിരക്കിലാണ്. ഇപ്പോഴും ദുബായിലാണ്. ദൈവം സഹായിച്ച് സാമ്പത്തികമായും നന്നായി മുന്നോട്ട് പോകുന്നു എന്നാണ് അന്ന് രേണു പറഞ്ഞത്. രേണു സുധിയും കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചുവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. രേണുവിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണങ്ങളും കിച്ചുവിന്റെ ചില വെളിപ്പെടുത്തലുകളുമാണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. കിച്ചു പങ്കുവച്ച വീട്ടിൽ ഒറ്റപ്പെടുകയാണെന്നും അച്ഛന്റെ മരണശേഷം ആരും തന്നെ പരിഗണിക്കുന്നില്ല എന്നും വെളിപ്പെടുത്തിയിരുന്നു. സുധി മരിച്ച ദിവസം രേണുവിന്റെ ബന്ധുക്കൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും കിച്ചുവിന്റെ വാക്കുകളിൽ നിന്നുണ്ടായി. ഇതിന് മറുപടിയായി താൻ കിച്ചുവിനെ സ്വന്തം മകനായി തന്നെയാണ് കണ്ടിട്ടുള്ളതെന്നും അവൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും രേണു കണ്ണീരോടെ വ്യക്തമാക്കി. കിച്ചുവിനെ ആരോ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും തന്റെ കുടുംബം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നുമാണ് രേണു അന്ന് പറഞ്ഞത്.